وبركاته. السلام عليكم ورحمة الله تعالى وبركاته. സന്തോഷത്തിന് സലാം അടക്കിതിരി സലാം പറയല് സുന്നത്തും മടക്കൽ നിർബന്ധം നമ്മൾ ഇഷ്കിന് കൂടിയതല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മീം ഹാ മീം മീം ദാൽ സല്ലല്ലാഹ്. 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 മീമിൽ വാറ്റി മനാമിലൊന്ന് കാണണം. ആയിലിറ്റി അനയയില്ലാതാക്കണം. മീമിൽ വാറ്റി മനാമിലൊന്ന് കാണണം. ആയിലിറ്റി അനയയില്ലാതാക്കണം. മീം കൂറ്റി ഖൽബിലാണി തറക്കണം. മീം തെറ്റിടാതെ ഇഷ്കിൽ കൂടണം. മീം കുറ്റി ഖൽബിലാണി തറക്കണം. മീം തെറ്റിടാതെ ഇഷ്കിൽ കൂടണം. روحي
ഹബീബരെ 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 മീം ഹാ മീം മീം ദാൽ സല്ലല്ലാഹ് 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 ദാകിറാ ദാൽ ദിയാന്റെ പ്രേമദാൽ ദാകിറാ ദാൽ ദിയാന്റെ പ്രേമദാൽ ദാൽ അഹദി വാൽ ദാൽ അബ്ദിൻ മാൽ ദാൽ അഹദി വാൽ ദാൽ അബ്ദിൻ മാൽ ആദാൽ പാത്രമിൽ ലോകം കണ്ട് നീ തേടടോ ആദാൽ പാത്രമിൽ ലോകം കണ്ട് നീ തേടടോ നീ തേടടോ നീ തേടടോ നീ തേടടോ രസമറിയടോ അതിലാടടോ സുഖം നേടടോ മീം ഹാ മീം മീം ദാൽ സല്ലല്ലാഹ് 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 മുത്തു മുഹമ്മദ് മുസ്തഫ ഒന്നുറക്കെ മുത്തു മുഹമ്മദ് മുസ്തഫ ആ അനുരാഗത്തിനെ വെല്ലണതൊന്നും ലോകത്ത് എവിടെയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാറ്റിന് വരെ ഹബീബാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. രാജാധികാരിയായ തമ്പുരാൻ നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടോ, ഇനി എന്തെല്ലാം തരാനുണ്ടോ, അവൻ തരുന്ന ഏത് അനുഗ്രഹത്തിന്റെ പിന്നിലും അവൻ ഒളിപ്പിച്ചു വെച്ച നിധി ഏതാണെന്ന് അന്വേഷിക്കുമ്പോ അതിൽ കാണാൻ കഴിയാവുന്നത് ഒന്നേ ഒന്ന് മാത്രമാണ്. അത് നമ്മുടെ മാണിക്കമുത്തായ, നമ്മുടെ കൽബിന്റെ കാതലാവേണ്ട, നമ്മുടെ കരളിന്റെ കഷ്ണമായ രാജകുമാരൻ മുത്തു മുഹമ്മദ് മുസ്തഫ. ആ ഹബീബിലേക്ക് എങ്ങനെയാണ് ഒരാൾ അടുക്കുക, എങ്ങനെയാണ് ഹബീബിലേക്ക് നമുക്ക് അടുക്കാനാവുക? അതിനൊറ്റ മാർഗമാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. കുറച്ച് ആളുകൾ ഹബീബിന്റെ മാർഗത്തിൽ ഉണ്ടായിട്ടുണ്ട്, അവരെ പിന്തുടരുക. 100ാം വാർഷികത്തിലേക്ക് അടുക്കുന്ന ബഹുമാനപ്പെട്ട മഹാരഥന്മാരുടെ ആരിഫീങ്ങൾ വിത്തിട്ട് ഭാഗ്യ വളർത്തിയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പാതയാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. അപ്പൊ കുറച്ച് മഹാന്മാരെ പാട്ട് നമ്മൾ ഇങ്ങനെ പാടാൻ പോവാം. ഇഷ്കിലേക്ക് പ്രവേശിക്കുന്നതിൽ ആദ്യപടി ഹബീബിനെ കിട്ടാൻ നേരെ ഹബീബല്ല, അള്ളാഹിനെ കിട്ടാൻ നേരെ അല്ലല്ല, ഹബീബാണല്ലോ. ഹബീബിനെ കിട്ടാൻ ഒറ്റ മാർഗം, ഹബീബിനെ നമുക്ക് പറഞ്ഞു തന്നവരിലേക്ക് എത്തുക. അല്ലാഹു തആല കബൂലാക്കട്ടെ. അപ്പൊ ഇനി പാടുന്ന പാട്ടുകൾ അള്ളാഹുള്ള ജവാബ് സദസ്സൊപ്പം ചൊല്ലി തന്നിട്ട് നമുക്ക് രസമായിട്ട് പോകണം. അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹ് 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 ഒന്ന് ഉറക്കൊന്ന് കൂടിത്തരിട്ട, ഉറക്കെ കൂടിത്തരും. നമ്മൾ കുറച്ചൊരു ആസ്വദിക്കാൻ വന്നവരല്ലേ, അപ്പൊ മസിലൊക്കെ പിടിച്ചൊക്കെ വിട്ടിട്ട് നമുക്ക് രസമായിട്ടൊന്ന് കൂടാം. ഒന്ന് കൂടാൻ ഒന്ന് Allah, 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 മുഹമ്മദ് നാഴിക്കും പുകഴ്ന്നവർ നാമം മുഹമ്മദ്. നബിമാർ
വാഴ്ത്തിക്കും പുകൈന്തവർ നാമം മുഹമ്മദ്. നാദന്നാഹദിന്റെ സിറ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് 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 അല്ലാഹ്. ജിബ്രീൽ പോറ്റും ജലാൽ മുഹമ്മദ്, ജസൂലി പോറ്റും ജമാൽ മുഹമ്മദ്. ജിബ്രീൽ പോറ്റും ജലാൽ മുഹമ്മദ്, ജസൂലി പോറ്റും ജമാൽ മുഹമ്മദ്. ഹുസാലി പോറ്റും കമാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഇഷ്ടം സിദ്ദീഖും ഉമറും മുഹമ്മദ്, ഉസ്മാനും അലിയാരും പോറ്റും മുഹമ്മദ്. ഇഷ്ടം സിദ്ദീഖും ഉമറും മുഹമ്മദ്, ഉസ്മാനും അലിയാരും പോറ്റും മുഹമ്മദ്. ഖാജാ അജ്മീരിനും ഇശ്ഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് അല്ലാഹ് ഉവൈസുൽ ഖറനി തന്നുയിരേ മുഹമ്മദ്, ഒളിവർ ബിലാലിന്റെ ധുനിയേ മുഹമ്മദ്. ഉവൈസുൽ ഖറനി തന്നുയിരേ മുഹമ്മദ്, ഒളിവർ ബിലാലിന്റെ ധുനിയേ മുഹമ്മദ്. ഉഹദ് ബദർ താലിവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് അല്ലാഹ്. നാവിലെനിക്കും നാമം മുഹമ്മദ്, നാൾ തോറും തോറും കയറേ മുഹമ്മദ്. നാവിലെനിക്കും നാമം മുഹമ്മദ്, നാൾ തോറും കൂറും കയറി മുഹമ്മദ്. നാഗൂരും ഏർവാടി നാടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് നോട്ടത്തിലെല്ലാം നേട്ടം മുഹമ്മദ്, നേട്ടത്തിലാകെ മദദ് മുഹമ്മദ്. നോട്ടത്തിലെല്ലാം നേട്ടം മുഹമ്മദ്, നേട്ടത്തിലാകെ മദദ് മുഹമ്മദ്. ശംസുൽ ഉലമർതൻ ലേരി മുഹമ്മദ്, ശംസുൽ ഉലമർതൻ ലേരി മുഹമ്മദ്, ശംസുൽ ഉലമർതൻ ലേരി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് വെള്ളി പ്രകാശത്തിൻ പിറകെ മുഹമ്മദ്, പമ്പൂരം തങ്ങളിലാകെ മുഹമ്മദ്. വെള്ളി പ്രകാശത്തിൻ പിറകെ മുഹമ്മദ്, പമ്പൂരം തങ്ങളിലാകെ മുഹമ്മദ്. പൂക്കോയ തങ്ങളോ വായിക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് നാവിൽ മുഹമ്മദ്, ഹസൈൽ മുഹമ്മദ്, സിയ
സിയം മടവൂരിൻ ഹാലും മുഹമ്മദ് മുഹമ്മദ് തസ്യിൽ മുഹമ്മദ് സിയം മടവൂരിൻ ഹാലും മുഹമ്മദ് വലിയുള്ള തൃപ്പനച്ചിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് ഫിലിപ്പിൽ മുഹമ്മദ് വായ്പിൽ മുഹമ്മദ് കണ്ണിയത്തിൻ കണ്ണും കരളും മുഹമ്മദ് ഫിലിപ്പിൽ മുഹമ്മദ് വായ്പിൽ മുഹമ്മദ് കണ്ണിയത്തിൻ കണ്ണും കരളും മുഹമ്മദ് മൗല കണ്യാലാക്കും മുഴുവൻ മുഹമ്മദ് മൗല കണ്യാലാക്കും മുഴുവൻ മുഹമ്മദ് മൗല കണ്യാലാക്കും മുഴുവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് 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 മുത്തു മുഹമ്മദ് മുസ്തഫ ആ രസത്തിന് വെല്ലുന്ന ഒരു രസം എവിടെയില്ല. എത്ര മഹാന്മാരെ പേര് കേട്ട് അവരവർക്ക് അറിയാവുന്ന മഹാന്മാരെ കൽബറിഞ്ഞ് കേട്ടവർക്കൊക്കെ ഒരു കുളിര് വന്നിട്ടുണ്ടാവും, ഒരു രസം. അത് തന്നെയാണ് മദദ് അല്ലാഹു തആല നിലനിർത്തട്ടെ. ആരിഫീങ്ങൾ എണ്ണണമെങ്കിൽ സമസ്തകൾ ജമിയത്തുൽ നേതാക്കന്മാർ എണ്ണിയാൽ മതി, അതോ സുഖം. പക്ഷെ എല്ലാവരും കൂടെ എണ്ണാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും മതത്തിനാൽ നിറഞ്ഞ സദസ്സാക്കി സദസ്സിന് അല്ലാഹു തആല മാറ്റി തരട്ടെ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രകാശത്തിന്റെ പൂർണ്ണിമമായ മുത്തെന്ന് പറയുന്ന പ്രകാശമാ നൂറ്, അത് നമ്മുടെ കൽബിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുമെന്നാണ്. ഹബീബ് ഇറങ്ങിയ ഒരു കൽബ്, ഹബീബിനെ ഓർക്കുന്ന സുഖം, ഹബീബിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങളെല്ലാം നൂറ് എന്ന് പറയും. അതിൽ നിന്ന് ദൂരെയാവുന്നതെല്ലാം നാറ്. നൂറിന്റെ പ്രതീകമാണ്. അമ്പിളിമാമൻ ആകാശത്ത് എത്ര മനോഹരമായി ഉദിച്ചാലും അത് ഉദിക്കും തോറും സൗന്ദര്യം കൂടുകയും ചെയ്യുള്ളൂ. സൂര്യൻ നേരെ ഓപ്പോസിറ്റാ. സൂര്യൻ ഉദിക്കും തോറും നമുക്ക് ഇറിറ്റേഷൻ കൂടും. ഒന്ന് നൂറിന്റെ പ്രതീകമാണ്, മറ്റത് നാറിന്റെ പ്രതീകമാണ്. സമാധാനമില്ലേ? ദുഃഖമാണോ? പ്രയാസങ്ങളാണോ? പ്രശ്നത്തിന് പരിഹാരമില്ലേ? അതെല്ലാം നാറാണ്. കാരണം ഖൽബിൽ ഹബീബില്ല, മുത്തു മുഹമ്മദ് മുസ്തഫ. യാ ഹബീബേ, നിങ്ങളുള്ള ഒരു ഖൽബ്, നിങ്ങളെന്ന് പറയുന്ന നൂറ് ഒരാളിലുണ്ടെങ്കിൽ അയാളിൽ നിന്നും അയാൾ പോലും അറിയാതെ ദൂരത്തേക്ക് പോകുന്ന ഒന്നാണല്ലോ നാർ. നൂനിന്റെ ബ്രായിന്റെ ഇവിടക്ക് അനാനിയത്തിന്റെ അലിഫ് വന്നപ്പോൾ നാറായി. നൂനിന്റെ ബ്രായിന്റെ ഇടയ്ക്ക് വിലായത്തിന്റെ വാവ് വന്നപ്പോൾ നൂറായി. അനാനിയത്തിന്റെ അലിഫ് അഹങ്കാരമാണ്, കിബറാണ്. ഖൽബിൽ കിബറുള്ളവർക്ക് ഹബീബിനെ കിട്ടൂല. മുത്തു മുഹമ്മദ് മുസ്തഫ. അതാണ് നമ്മളെ നേതാക്കന്മാരെ കണ്ട ഒരു വലിയ നേതാക്കന്മാരുടെ ഒരിക്കലും തോന്നൂല. എത്ര നേതാക്കന്മാരെ 85ാം വാർഷികത്തിലൊക്കെ ഓട്ടോ വിളിച്ചു വന്ന മുഷാവറകൾ എന്താ കാരണം? അവരത്രേ ഉള്ളൂ. അവർക്ക് ഒരു വലിയ സംഭവമല്ല. അത് വിലായത്തിന്റെ വാവാണ്, ഒരൊന്നുമല്ല. അവർക്ക് ആന വന്നില്ല. അല്ലാഹു തആല അവരുടെയൊക്കെ പിന്നിൽ നിൽക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഹബീബാണ് ഖൽബിലേക്ക് നൂറ് പ്രവേശിച്ചാൽ അങ്ങില്ലാത്ത ഖൽബെല്ലാം നഹാറാണല്ലോ ഹബീബേ മുത്തു മുഹമ്മദ് മുസ്തഫ. അങ്ങിനാൽ നിറഞ്ഞതെല്ലാം നൂറാണല്ലോ ഹബീബേ. നാറ് നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ. നാറ് നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ. നാലു ദിക്കും നിറൈந்த ഹബീബേ, നാലു ദിക്കും നിറൈந்த ഹബീബേ.
നാൾക്കുനാളായി തപിക്കുന്നു ഞാനേ. നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ. നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ. നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ. നാലു ദിക്കും നിറൈത ഹബീബേ, നാലു ദിക്കും നിറൈത ഹബീബേ, നാലു ദിക്കും നിറൈത ഹബീബേ, നാലു ദിക്കും നിറൈത ഹബീബേ. നാൾക്കുനാളായി തപിക്കുന്നു ഞാനേ. മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തകം കാ പ്രപഞ്ച പ്രഭുവേ. മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തകം കാ പ്രപഞ്ച പ്രഭുവേ. നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ. 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 നാലു ദിക്കും നിറൈത ഹബീബേ, നാലു ദിക്കും നിറൈത ഹബീബേ, നാലു ദിക്കും നിറൈത ഹബീബേ, നാലു ദിക്കും നിറൈത ഹബീബേ. നാൾക്കുനാളായി തപിക്കുന്നു ഞാനേ. മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തകം കാ പ്രപഞ്ച പ്രഭുവേ. മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തകം കാ പ്രപഞ്ച പ്രഭുവേ. അസർ ബശറിൽ വരച്ച കമാലും നബി, സിർറ് സിർറി മഹാമകമാനി മഹി. അസർ ബശറിൽ വരച്ച കമാലും നബി, സിർറ് സിർറി മഹാമകമാനി മഹി. ബശറിൽ വരച്ച കമാലും നബി, സിർറ് സിർറി മഹാമകമാനി മഹി. അസർ ബശറിൽ വരച്ച കമാലും നബി, സിർറ് സിർറി മഹാമകമാനി മഹി. മികൈന്തുള്ളതോ യാ നബി, ഇഷ്ക് മിസ്കിൽ മികൈന്തുള്ളതോ യാ നബി, ഇഷ്ക് മിസ്കിൽ മികൈന്തുള്ളതോ യാ നബി, ഇഷ്ക് മിസ്കിൽ മികൈന്തുള്ളതോ യാ നബി. ഇഷ്ടമുള്ളോരടുക്കൽ വരും സയ്യിദി. മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തകം കാ പ്രപഞ്ച പ്രഭുവേ. മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തകം കാ പ്രപഞ്ച പ്രഭുവേ. നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ. നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ. നാലു ദിക്കും നിറൈത ഹബീബേ, നാലു ദിക്കും നിറൈത ഹബീബേ, നാലു ദിക്കും നിറൈത ഹബീബേ. നാൾക്കുനാളായി തപിക്കുന്നു ഞാനേ. മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തകം കാ പ്രപഞ്ച പ്രഭുവേ. മർഹബ യാ മുസമ്മിൽ ജമാലേ,
പ്രപഞ്ച പ്രഭുവേ നൂറായി പകർന്ന റസൂലേ നാമമോ സുൽത്താനുൽ അംബിയാവേ 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 ആലുദിക്കും നിറൈത ഹബീബേ ആലുദിക്കും നിറൈത ഹബീബേ ആലുദിക്കും നിറൈത ഹബീബേ ആലുദിക്കും നിറൈത ഹബീബേ മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം പ്രപഞ്ച പ്രഭുവേ മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം പ്രപഞ്ച പ്രഭുവേ മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം പ്രപഞ്ച പ്രഭുവേ മുഹമ്മദ് മുസ്തഫ ഉറക്ക കൂടി തരും മുത്തു മുഹമ്മദ് മുസ്തഫ ആ ഹബീബല്ലാതെ നമുക്കൊരാളും ഉണ്ടാവില്ല ആ ഹബീബിലൂടെ ഇല്ലാതെ ഒരാൾ വിജയിച്ചിട്ടില്ല വിജയിക്കാൻ കഴിയുകയുമില്ല ഈ കൂടെ നിൽക്കുന്നവരൊക്കെ ഒപ്പം ഉണ്ടാവും മരിച്ചു കഴിഞ്ഞാൽ ഒരാളുണ്ടാവില്ല അങ്ങനെ തന്നെയാണല്ലോ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മുടെ വലത്തെ ഭാഗത്ത് ആളുണ്ട് ഇടത്തെ ഭാഗത്ത് ആളുണ്ട് മുന്നിലാളുണ്ട് പിന്നിലാളുണ്ട് ഇവിടുന്ന് ഒരാൾ വീണ് കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ ആളുണ്ടാവും എല്ലാവരും നമുക്ക് ഉപ്പ ഉണ്ടാവും പക്ഷെ നമ്മൾ എത്രയോ പേരെ പള്ളിക്കാട്ടിൽ മറവെയ്ത് പോകുന്നവരുടെ ഉമ്മയെ ഉപ്പയെ ഭാര്യയെ ഭർത്താവിനെ പ്രിയപ്പെട്ട എത്രയോ പേരെ മറയത് പോന്നിട്ടുണ്ട് ഈ നട്ടപ്പാതിലേക്ക് ആ കബറിന്റെ അടുത്ത് പോയിരുന്നു വെറുതെ ചോദിച്ചു ഒരു ചോദ്യം കൂട്ടുകാരെല്ലാം എവിടെ നാട്ടുകാരുണ്ടോ അവിടെ ബന്ധക്കാരെല്ലാം എവിടെ സ്വന്തക്കാരുണ്ടോ അവിടെ പാരിടം വിട്ട് മേടയും വിട്ട് പെട്ടല്ലോ ഒറ്റക്കിരുളിൽ കെട്ടുകൾ മൂന്നും കെട്ടി കട്ടീലിൽ നിന്നെയുമേറ്റി കൂട്ടിച്ചുമലാതിനേറ്റി കൂട്ടത്തിൽ നിലവിളി പൊട്ടി പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ച പിന്നെ ആരും ഉണ്ടാവില്ല മയ്യത്ത് കൊണ്ടുപോകുമ്പോ എല്ലാരും എന്താ പറയാ വീട്ടിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മക്കള് പറയും എന്റെ ഉപ്പാനെ കൊണ്ടുപോവില്ലേ ഞങ്ങൾക്ക് ഇനി ആരാ എന്റെ ഉമ്മാനെ കൊണ്ടുപോവല്ലേ ഞങ്ങൾക്കാരാ എന്റെ നേതാവിനെ കൊണ്ടുപോലെ പാർട്ടിക്കാരാ എന്റെ ഉസ്താദിനെ കൊണ്ട് ഞങ്ങളെ പള്ളിക്കാരെന്നൊക്കെ പറയാ ഒരാൾ പോലും ചോദിക്കൂല എന്ത് ചോദിക്കൂല ഇവരൊക്കെ കൊണ്ടുപോകല്ലേ എന്റെ വാപ്പാനെ കൊണ്ടുപോയ റബ്ബേ വാപ്പ കബറുകൾക്ക് വാപ്പാക്കാരെ കൂട്ടിന് എനിക്ക് വരക്കുണ്ടല്ലെന്നൊരു മക്കളും ചോദിക്കൂല അതാണ് ആ പാട്ട് പഴയൊരു പാട്ടിട്ടുണ്ടാവും പരൻ വിധിച്ചുമ്മ വിട്ട് ചുങ്കിൽ നടക്കുന്ന ശുചയത്ത് നാമുക്കുണ്ട് നാട്ടില് കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടില് ഖബറെന്ന ഭയങ്കര വീട്ടില് അതിനടുത്ത ഒരു അത്ഭുതം ഇഷ്ടജനങ്ങളെ വിട്ട് വിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം ഹൃദയം പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയുന്ന ഉലകത്തില് തണ്ണിയെന്നില്ലാരെന്ന് ഉലകത്തില് തണ്ണിയെന്നില്ലാരെന്ന് വീട്ടിൽ നിന്ന് മയ്യത്തെടുത്ത് കൊണ്ട് നമ്മൾ വീട്ടുകാരെന്താ പറയാ ഞങ്ങൾക്ക് ഇനി ആരാന്ന ഒരാൾ പോലും ചോദിക്കൂല ഈ എന്റെ വാപ്പാനെ കബർ കൊണ്ടുപോകണല്ലോ എന്റെ ഉമ്മാനെ കൊണ്ടുപോകണം എന്റെ സുഹൃത്തിനെ കൊണ്ടുപോകണം റബ്ബേ അവർക്കാരാ കബറിൽ കൂട്ടുന്നവരാരും ചോദിക്കൂല അങ്ങനെ ആർക്കെങ്കിലും ചോദിക്കാൻ കഴിയുമെങ്കിൽ ആർക്കെങ്കിലും അസ്രായിൽ അലൈഹിസ്സലാം റൂഹ് എടുക്കുന്ന സമയത്ത് വന്നിട്ട് അസ്രായിലെ മെല്ലെ പിടിക്കടാ ഇതെന്നെ സ്നേഹിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വരാൻ കഴിയുമെങ്കിൽ അത് ഒരേ ഒരാൾ ഈ
ഈ കാറ്റ് ആർക്ക് വേണ്ടി വീശുന്നുവോ, കടൽ തിരമാല ആർക്ക് വേണ്ടി അടിക്കുന്നുവോ, ഈ ഭൂമി ആർക്ക് വേണ്ടി രാജാധികാരിയായ തമ്പുരാൻ ഉണ്ടാക്കിയോ, നമ്മൾ വലിക്കുന്ന ഒരു ശ്വാസം വരെ നമ്മിലേക്ക് അല്ലാഹു തആല എത്തിച്ചത് ആര് മാർഗമാണോ ആ മാണിക്യമുത്തായ മുത്തു മുഹമ്മദ് മുസ്തഫ ഹബീബിന് മാത്രമേ വരാൻ കഴിയുള്ളൂ. ഖബറിൽ കിടക്കുമ്പോ രണ്ട് മലക്കുകൾ ചോദ്യം ചെയ്യാൻ വരുമ്പോ അവരോട് പറയും, ചോദ്യം അങ്ങോട്ട് വേണ്ടട്ടോ, അതെന്നെ സ്നേഹിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് വരാൻ കഴിയുമെങ്കിലും അതും ഒരേ ഒരാൾക്ക് നമുക്കൊന്ന് ഉറക്ക സലാത്ത് ചൊല്ലാൻ മടിയുള്ള നമ്മുടെ കരളിന്റെ കഷ്ണമായ മുത്തു മുഹമ്മദ് മുസ്തഫ. പിന്നെ മക്കൾ എവിടെ, ഭാര്യ എവിടെ, കുടുംബം എവിടെ? അവരൊക്കെ ഉപകരിക്കും. എങ്ങനെ ഉപകരിക്കും? ഹബീബിനോർത്ത് കരയുന്ന കുടുംബമാണെങ്കിൽ അതിനാണ് സമസ്തയിൽ ചേരാൻ പറഞ്ഞത്. സമസ്തയിൽ ചേർന്നാൽ കൊടുക്കുന്ന പാരമ്പര്യം, ഹബീബുള്ള പാരമ്പര്യം അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. അതുകൊണ്ട് ഒരൊറ്റ വാക്ക് മുത്തേ, ഞങ്ങൾക്കങ്ങ് മദീനബിയേ, 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 ഞങ്ങൾക്കങ്ങ് മദീനബിയേ. അങ്ങില്ലാതെങ്ങനെ ഈ ഉലകം സബബാങ്ങല്ലേ നബിയേ, അങ്ങില്ലാതെങ്ങനെ ഈ ഉലകം സബബാങ്ങല്ലേ നബിയേ, സബബാങ്ങല്ലേ നബിയേ. അസ്സലാത്തു അലൻ നബി, അസ്സലാമു അലർ റസൂൽ, അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി, വൽ ഹബീബിൽ അറബി. ആ പാദം കണ്ടൊളിവ് ഉസ്ബൂഹിൽ നൂറലിവ്, ആ പാദം കണ്ടൊളിവ് ഉസ്ബൂഹിൽ നൂറലിവ്. അദ്മീമ് മുഹമ്മദ് മുസ്തഫ നാമം ഏതിനും മേൽ മികവ്, അദ്മീമ് മുഹമ്മദ് മുസ്തഫ നാമം ഏതിനും മേൽ മികവ്. ഹുബ്ബാണ് തെളിവ്, അസ്സലാത്തു അലൻ നബി, അസ്സലാമു അലർ റസൂൽ, അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി, വൽ ഹബീബിൽ അറബി. മദീന മനോഹരമേ, മനസ്സവിടെ കൊതിക്കുന്നേ, മദീന മനോഹരമേ, മനസ്സവിടെ കൊതിക്കുന്നേ, മദീന മനോഹരമേ, മനസ്സവിടെ കൊതിക്കുന്നേ, മദീന മനോഹരമേ, മനസ്സവിടെ കൊതിക്കുന്നേ. മതതോടെ വന്ന മണ്ണിൽ ഞങ്ങൾ പാദം പതിച്ചോട്ടെ, മതതോടെ വന്ന മണ്ണിൽ ഞങ്ങൾ പാദം പതിച്ചോട്ടെ, അവിടേക്ക് വന്നോട്ടെ. അസ്സലാത്തു അലൻ നബി, അസ്സലാമു അലർ റസൂൽ, അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി, വൽ
ഞങ്ങൾക്കങ്ങു മദീനബിയേ, ഞങ്ങൾക്കങ്ങു മദീനബിയേ, ഞങ്ങൾക്കങ്ങു മദീനബിയേ. അങ്ങില്ലാതെങ്ങനെ ഈ ഉലകം സബബങ്ങല്ലേ നബിയേ, അങ്ങില്ലാതെങ്ങനെ ഈ ഉലകം സബബങ്ങല്ലേ നബിയേ, സബബങ്ങല്ലേ നബിയേ. അസ്സലാത്തു അലൻ നബി, അസ്സലാമു അലർ റസൂൽ, അശ്ഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി, വൽ ഹബീബിൽ അറബി. മുഹമ്മദ് മുസ്തഫ ആ ഹബീബ് എന്ന് പറയുന്ന അനുരാഗത്തിനെ കുറിച്ച് അറിയാൻ, അതിൽ ലയിക്കാൻ നമ്മൾ യോഗ്യരല്ല, നമുക്കതിന് കഴിയുകയുമില്ലെങ്കിലും അങ്ങേ സ്നേഹിക്കാത്ത ഒരാൾ പോലും രക്ഷപ്പെടൂലല്ലോ ഹബീബേ മുത്തു മുഹമ്മദ് മുസ്തഫ. അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും, പാപഭാരങ്ങളെ കൊണ്ട് ഞങ്ങൾ അതിന് യോഗ്യരില്ലെങ്കിലും മുത്തേ, അങ്ങയെ പ്രേമിക്കുന്നവരെ പോലെ ഞങ്ങളൊന്ന് അഭിനയിച്ചോട്ടെ ഹബീബേ മുത്തു മുഹമ്മദ് മുസ്തഫ. ഈ പാരാവാരം കിടക്കുന്ന മനോഹരമായ സദസ്സിൽ നിന്നും അങ്ങയുടെ അതിമനോഹരമായ രാജകുമാര, അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് ഞങ്ങളുടെ സലാമിനെ പറഞ്ഞയച്ചോട്ടെ ഹബീബേ. അങ്ങ് സ്വീകരിച്ചാലും ഹബീബേ, അങ്ങെന്ന് പറയുന്ന പ്രേമത്തിൽ ഞങ്ങളുടെ കൽബിലേക്ക് തളച്ചിട്ടുകൊണ്ട് ഞങ്ങൾ പോലും അറിയാത്ത മുഹമ്മദ് മുസ്തഫ. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, 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 യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. तेरा कावाम तेरेंगी दिखावा या रसूलल्लाह, 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 या रसूलल्लाह, या हबीबल्लाह, या रसूलल्लाह, या हबीबल्लाह, या रसूलल्लाह, या हबीबल्लाह, या रसूलल्लाह, या हबीबल्लाह. അനുരാഗം നബി അഭിലാഷം നബി, അനുരാഗം നബി അഭിലാഷം നബി, അനുരാഗം നബി അഭിലാഷം നബി, അനുരാഗം നബി അഭിലാഷം നബി. ബിലാലെന്തേ മടങ്ങുന്നു മദീനത്തിന്ന് പോകുന്നു, ബിലാലെന്തേ മടങ്ങുന്നു മദീനത്തിന്ന് പോകുന്നു, ബിലാലെന്തേ മടങ്ങുന്നു മദീനത്തിന്ന് പോകുന്നു, ബിലാലെന്തേ മടങ്ങുന്നു മദീനത്തിന്ന് പോകുന്നു. അനുരാഗം നബി അഭിലാഷം നബി, അനുരാഗം നബി അഭിലാഷം നബി, അനുരാഗം നബി അഭിലാഷം നബി, അനുരാഗം നബി അഭിലാഷം നബി. മടങ്ങൽ എന്ന് ചൊല്ലുന്നു മദീന മണ്ണ്
മണ്ണ് തേങ്ങുന്നു മടങ്ങൽ എന്ന് ചൊല്ലുന്നു മദീന മണ്ണ് തേങ്ങുന്നു മടങ്ങൽ എന്ന് ചൊല്ലുന്നു മദീന മണ്ണ് തേങ്ങുന്നു മലർമുത്തിന്റെ ചാരത്ത് മടങ്ങൂലല്ലോ പൂമുത്ത് എന്റെ ജീവല്ലേ തെളിനൂറല്ലേ ഒളി ബദറല്ലേ ആഹാ കുളിരല്ലേ എന്റെ ജീവല്ലേ തെളിനൂറല്ലേ ഒളി ബദറല്ലേ ആഹാ കുളിരല്ലേ അനുരാഗം നബി അഭിലാഷം നബി അനുരാഗം നബി അഭിലാഷം നബി അനുരാഗം നബി അഭിലാഷം നബി അനുരാഗം നബി അഭിലാഷം നബി आंखों का तारा नामे मोहम्मद दिल का उजाला नामे मोहम्मद आंखों का तारा नामे मोहम्मद दिल का उजाला नामे मोहम्मद കണ്ണഞ്ചും പോലെ എങ്ങും പ്രകാശം കൺമണി ത്വാഹ പിറവി വിശേഷം മഴവില്ലണിഞ്ഞു മക്ക പ്രദേശം മുത്തായ നൂറിൻ ഭൗമ പ്രദേശം അല്ലാഹു അക്ബർ റബ്ബുൽ ഉലാനെ അല്ലാഹു അക്ബർ റബ്ബുൽ ഉലാനെ അർശ് पे लिखा नामे मोहम्मद नामे मोहम्मद आंखों का तारा नामे मोहम्मद दिल का उजाला नामे मोहम्मद आंखों का तारा नामे मोहम्मद दिल का उजाला नामे मोहम्मद हमको बुलाना या रसूल अल्लाह 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 कभी तो साथ उम्मत का उजाला हम भी देखेंगे कभी तो साथ उम्मत का उजाला हम भी देखेंगे हमें बुलाएंगे आका मदीना हम भी देखेंगे हमको बुलाना या रसूल अल्लाह 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 नूर वाला आया गे नूर लेकर आया गे नूर वाला आया गे नूर लेकर आया गे सारे आलम में ये देखो कैसा नूर जाया गे अस्सलातु वस्सलामु अलैका या रसूल अल्लाह अस्सलातु वस्सलामु अलैका या हबीब अल्लाह अस्सलातु वस्सलामु अलैका या रसूल अल्लाह अस्सलातु वस्सलामु अलैका या हबीब अल्लाह ആദി സമാനിൽ ഉദിച്ച നബി ആലമിലാകെ നയിച്ച നിധി ആദി സമാനിൽ ഉദിച്ച നബി ആലമിലാകെ നയിച്ച നിധി ആഖിറ ലോകമിൽ അധിപതിയായ അല്ലാഹുവിന്റെ ഹബീബ് നബി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്
अर्शी की आमद मरहबा सब मिलकर बोलो मरहबा सरदार की आमद मरहबा दिलदार की आमद मरहबा सरदार की आमद मरहबा दिलदार की आमद मरहबा अर्शी की आमद मरहबा सब मिलकर बोलो मरहबा नूर आ गया 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 आमिना बीबी പുഞ്ചിരിച്ചു നൂർ ആ गया മക്ക മണ്ണിൽ നൂർ ഉദിച്ചു നൂർ ആ गया ലോകമാകെ വെൺപ്രഭ പൂണ്ടു നൂർ ആ गया മണ്ണും വിണ്ണും ശുക്ർ പൊഴിഞ്ഞു നൂർ ആ गया ആമിന ബീവി പുഞ്ചിരിച്ചു നൂർ ആ गया മക്ക മണ്ണിൽ നൂർ ഉദിച്ചു നൂർ ആ गया ലോകമാകെ വെൺപ്രഭ പൂണ്ടു നൂർ ആ गया മണ്ണും വിണ്ണും ശുക്ർ പൊഴിഞ്ഞു നൂർ ആ गया പുകളുകളാലെ പുളകിതമാലെ പൂത്തുലഞ്ഞു ഉലകമിലാകെ നൂർ ആ गया 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 മുഹമ്മദ് മുസ്തഫ ഉറക്കം കേൾക്കാൻ ഒരു സന്തോഷമുണ്ട്. ഉറക്കെ മുത്തു മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഇതേ എനർജി നമുക്ക് മദീനന്റെ പാട്ട് കൊണ്ട് പാടാം. പാടില്ല ഉറക്കെ റെഡിയല്ലേ? മദീന 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 സംഘാടകർ ബാക്കുന്ന ശബ്ദം കൊണ്ടുവരും. ഇത് പോരാ, ഹബീബിന്റെ മദീന പാടുമ്പോൾ ഈ എനർജി പോരാ. നല്ല വാമായിട്ട് പാടി ഉറക്കെ മദീന 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 പലരും ഉള്ളു തുറക്കാൻ ഭയങ്കര മടിക്കും. ഇഷ്കിന് വന്നാൽ ഡിമാൻഡ് ഒഴിവാക്കണം. ഇഷ്കിന് വന്നാൽ പ്രത്യേകത. അപ്പം നിങ്ങൾ ഈ ഞങ്ങളെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലായതുകൊണ്ട് തന്നെ ഒരുപാട് മന്ത്രിമാരെ കാണാൻ ഒരു മുഖ്യമന്ത്രി അല്ലേ, മന്ത്രിമാർക്ക് പുറത്തിറങ്ങൽ എങ്ങനെയാണ്? ഒരു 8-10 എസ്കോട്ട് വാഹനം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഷെയ്ഖാൻ്റെ ഒക്കെ ഇസ്തിരി ചുടാതെ ആ കതറ് ചുടാതെ ഷെയ്ഖാൻ്റെ ഒക്കെ കൊടുത്ത് വാർത്താ സമ്മേളനത്തിന് പരിധി വിട്ട് മാത്രം സംസാരിക്കൂല. ഭയങ്കര ബോൾഡായിട്ടേക്കാണ്. മാത്രമല്ല നിങ്ങൾ കാണലേ ഈ മന്ത്രി സ്വന്തം ഭാര്യൻ്റെ അടുത്ത് മണിയറിയിക്ക് അങ്ങനെ പോവോ? ഞാൻ മന്ത്രി പോയ പെണ്ണുങ്ങളെന്തോ പറയാ, അതൊക്കെ പരിക്ക് പുറത്തതാണ്. അവിടെ സന്തോഷം കിട്ടണമെങ്കിൽ കുഞ്ഞോനാവേണ്ടി വരും. അങ്ങനത്തിലാണല്ലോ ഈ പേരക്കുട്ടികളെ മുന്നിക്ക് അല്ലെ, ചെറിയ മക്കള് അടുത്ത നേരെ മുന്നിൽ പോയിട്ട് ഞാൻ മന്ത്രിയാണ്ട് പോയ കുട്ടികൾ എന്താ പറയാ, അതൊക്കെ പുറത്ത് അറിയും വലിയപ്പാട്. പേരക്കുട്ടികൾ എന്ത് ചെയ്യും? മന്ത്രിയാണെന്നോ അല്ലെങ്കിൽ രാജ്യത്തിലെ പ്രസിഡന്റാന്ന് നോക്കുക, മടി കയറി മൂത്രയിക്കും, താടി പിടിച്ച് വലിക്കും, നെഞ്ചില് രോമൊക്കെ പിടിച്ച് വലിക്കുകയും ചെയ്യും. കാരണം ഓർക്കതാരാണ് വലിയ വീട്ടിലെ സന്തോഷം കിട്ടണമെങ്കിൽ മന്ത്രിക്കുപ്പായൊക്കെ പെരന്റെ പുറത്തയച്ചിടേണ്ടി വരും. ഇതുപോലെ ഹബീബിനെ കിട്ടണമെങ്കിൽ വലിപ്പത്തിലൊക്കെ പുറത്തിടേണ്ടി വരും. നമ്മളെ സംഭവം വലിയ ആൾക്കാരേക്കാണ്, പക്ഷെ പ്രേമത്തിൽ വന്നാൽ അതൊന്നും വലിയ ആരാവില്ല. മുത്തു മുഹമ്മദ് മുസ്തഫ. ഞങ്ങളൊക്കെ എല്ലാവരും അത്യുപരിസ്ഥാനിൽ കേട്ടൊരു കൈവരിച്ചാണ്. അത്യുപരിസ്ഥാനിൽ കേട്ടൊരു ഒന്ന് കൈവരിച്ചാണ്. കണ്ടൂര് കൈവരിച്ചാണ്. മാഷാ അല്ലാഹ്. കണ്ടൂര് അത്യുപരിസ്ഥാനിനെ നേരിട്ട് കണ്ടൂര്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നീ കണ്ടില്ല? അല്ലാ, ഞങ്ങളെ അത്യുപരിസ്ഥാനിനെ ഒരുപാട് തവണ അത്യുപരിസ്ഥാനിന്റെ അടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ ഭാഗിട്ടാണ്. ഒരുപാട് തവണ. മാത്രമല്ല അത്യുപരിസ്ഥാനിന്റെ മജ്‌ലിസിൽ ഒരുപാട് പോയിരുന്ന ആളാണ്. കാരണം ഞങ്ങൾക്കവിടെ വലിയ ദൂരം, അതുകൊണ്ടാണല്ലേ വലിയ ആളായിട്ടല്ലട്ടാ. ഞങ്ങൾക്കവിടെ 4-5 കിലോമീറ്റർ ഉണ്ട്. അത്യുപരിസ്ഥാനം പ്രത്യേകതയുണ്ട്. ഹബീബിനെ കേട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യങ്ങളിൽ ചുരുങ്ങി പോയിട്ട് ഒരു മൂലയിൽ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ഇങ്ങനെ തല താറ്റിങ്ങനെ ആസ്വദിക്കും. ഹബീബിന് ഭയങ്കര ഇഷ്ടമാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ. കോഴിക്കോട് ഭാഗത്ത് നിന്ന് ഒരിക്കലും പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വരുന്ന വൈക്ക് ഒറ്റ കറാമത്ത് മദീന പാട്ട് പാടുമ്പോൾ നിസാരെ പാടുന്നു പറയാൻ വളഞ്ഞു പോകുന്നത്.
ഒരു പള്ളിക്ക് നിസ്കാരം കഴിഞ്ഞ് വരുന്ന വഴിക്ക് അത്തിബുൽ ഉസ്താദ് യാത്ര ചെയ്യുന്നത് ക്രൂയിസർ എന്ന് പറഞ്ഞ കാറിലാണ്, വണ്ടിയിലാൻ പോവാ. മൂപ്പർക്കത് മതി. ആ പുറത്തിറങ്ങിയപ്പോൾ ജുമാ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും അത്തിബുൽ ഉസ്താദിന്റെ കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ട്, മുത്തുണ്ട്. മൂപ്പരൊന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല. പള്ളിയുടെ പുറത്ത് ഇങ്ങനെ ചെരുപ്പിനടുത്ത് ഇങ്ങനെ നിൽക്കണം. നിൽക്കുമ്പോൾ ഒരു വയസ്സായ ഒരാൾ പുറത്തിറങ്ങിയപ്പോൾ അങ്ങോട്ട് അത്തിബുൽ ഉസ്താദ് സലാം പറഞ്ഞിട്ട് ആ കാക്കാട് പറഞ്ഞു, നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടത് കേട്ടോ. ഈ മനുഷ്യനാകെ ബേജാറായി. കുറച്ചൊരു അത്തിബുൽ ഉസ്താദ് എന്നോട് പൊരുത്തപ്പെട്ടവരാനോ? അയാളാകെ അത്ഭുതപ്പെട്ടു. അപ്പൊ എന്ത് ഉസ്താദ് ചോദിച്ചു പറഞ്ഞു, ഞാൻ ഇപ്പോൾ പള്ളിക്ക് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കാലറിയാതെ എൻ്റെ ചെരുപ്പ് തട്ടിക്കണമെന്ന്. എൻ്റെ കാലറിയാതെ എൻ്റെ ചെരുപ്പ് തട്ടിക്കണം. ഇത്രയും വലിയ തവാദുണ്ട്. പക്ഷെ ഹബീബിനെ കേട്ട് കഴിഞ്ഞാൽ പൊരുത്തം വിടും. കൽബ് അങ്ങോട്ട് വല്ലാതെ സൽസലാവും. മുത്തു മുഹമ്മദ് മുസ്തഫ. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. നമ്മൾ എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് മക്കാബിന്റെ തലക്കപ്പുറത്തുള്ള കൊടി പോയി മുത്തി വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ട്. പക്ഷെ നോക്കണം എന്താ പറയുക, അവർ നടന്ന മാർഗത്ത് നടക്കണം. അവർക്ക് ഹബീബിനെ കേട്ട വലിപ്പത്തരങ്ങൾ പൊട്ടിക്കും. കാരണം കൽബിലെന്തില്ല, കിബിർ എന്ന് പറഞ്ഞ സാധനങ്ങൾ കൽബിലില്ല. മൊത്തം പ്രേമമാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. ആ പ്രേമത്തിൽ ആ മദത്തിൽ നമുക്ക് അങ്ങനെ ലയിച്ചിരിക്കും. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ഉറക്കെ പാടി ഇത് മൊത്തം മദീന. ഇതൊക്കെ മദീനന്റെ വാക്യമൊക്കെ മദീനന്റെ വാക്യം. ഹബീബില്ലാതെ അല്ലാഹു തആല ഒന്നും പഠിച്ചിട്ടില്ല. അതിൽ നമുക്കൊരു സംശയമില്ല. നമുക്ക് എന്ത് റബ്ബ് തന്നു അത് രാജകുമാരിലൂടെ മാത്രമാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഈ കാറ്റ് ഹബീബിന്റെ അടുത്ത് നിന്ന് വീശുന്ന ആലോചിച്ചൊക്കെ എന്ത് സുഖം ഉണ്ടാവും. നിങ്ങളിക്കണ മണലിലെ നമ്മളൊരു പാട്ടുണ്ട്, കാറ്റും മുഹമ്മദ് കടലും മുഹമ്മദ് കരയിൽ മുഹമ്മദ് കനിക്കുല്ലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ഹബീബാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് മദീന ഒന്ന് പാടി. മദീന കണ്ടവര് കണ്ട മദീനയെ വീണ്ടും കാണാൻ കൊതിച്ചു പാടാം. കാണാത്തവര് മദീനത്തേക്ക് എത്തണം റബ്ബേ എന്ന് മുറാദാക്കി പാടാം. ഇത് അതിനുള്ള സദസ്സാണ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. മദീന 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 മക്കളെ ശബ്ദം നല്ല ബോധ്യം കേൾക്കണ്ടില്ല. എന്താ പറയാ, ഐറ്റങ്ങളെ കൽബിൽ കിബിറില്ല. ഞങ്ങൾക്കൊന്നും ഉണ്ട് എന്നല്ല അങ്ങനെ അർത്ഥം വെക്കിയത്. പക്ഷെ എവിടൊക്കെയോ ബാക്കി പൊട്ടിക്ക് വലിയ സംഭവിക്കാം. പക്ഷെ ഹബീബിന് മുന്നിൽ നമുക്കതൊന്നും വേണ്ട. നമ്മൾ പ്രേമിച്ചാൻ കൂടിയാലല്ലേ മുത്തു മുഹമ്മദ് മുസ്തഫ. ഇന്ന് രാത്രി വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയോട് ചായ എടുക്കാൻ പറയുമ്പോൾ ശബ്ദം ഉണ്ടാവില്ല. അപ്പൊ ഭാര്യ ചോദിക്കണേ, എന്റെ കാക്കങ്ങൾ ശബ്ദത്തിന് പറ്റി ചോദിക്കുമ്പോ ഒന്നുമില്ലടി, ഞാൻ ഇന്ന് ഹബീബിന് വേണ്ടി പാടി മുത്തു മുഹമ്മദ് മുസ്തഫ. ഭാര്യക്ക് ശബ്ദം ഉണ്ടാവില്ല, എന്തിനാ എന്റെ ശബ്ദത്തിന് പറ്റി കാക്കാ നമ്മളെ ഹബീബിന് വേണ്ടി പാടിയില്ലേ മുത്തു മുഹമ്മദ് മുസ്തഫ. നമുക്ക് ശബ്ദമുണ്ട്, നമ്മൾ തെളിയിച്ചതാണ്. ഇത് തെളിയിക്കാൻ പോവാണ്. ഇലക്ഷൻ കഴിഞ്ഞ് നമ്മളെ പാർട്ടി ജയിച്ച പിറ്റേ ദിവസം നമ്മളെ എമ്പോട് തെളിയിക്കും. ഓര് ചിലപ്പോ പാടം നിർത്തി പറമ്പാക്കി തരും, അല്ലെങ്കിൽ പേപ്പർ ശരി അതിന്റെ അപ്പുറത്ത് ഓരെ കിട്ടൂല. ഞാൻ മോശമാക്കല്ല, ഹബീബിനെ അതിനേക്കാളും വലുതാക്കാണ്. അപ്പൊ നമുക്ക് ജയ് വിളിക്കാൻ ആരേ ഉള്ളൂ? നമ്മുടെ രാജകുമാരനെ ഉള്ളൂ, മുത്തു മുഹമ്മദ് മുസ്തഫ. മദീന 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 എന്റെ പ്രാണനാണു മദീന, എന്റെ പ്രേമമാണു മദീന, എന്റെ പ്രാണനാണു മദീന, എന്റെ പ്രേമമാണു മദീന, എന്റെ പ്രതീക്ഷയും മദീന. മദീന 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 അണയാൻ കൊതിക്കും മണ്ണ് അവിടം കണ്ണെങ്കിൽ കണ്ണ്
മദീന എന്റെ ആശയാണു മദീന എന്റെ ശ്വാസമാണു മദീന എന്റെ വിശേഷവും മദീന 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 സിദ്ദീഖുറങ്ങും ചാരേ ഉമറും മരികില്ലേ സിദ്ദീഖുറങ്ങും ചാരേ ഉമറും മരികില്ലേ ഒന്ന് കാണണം മദീന കണ്ണ് നിറയുവാൻ മദീന ഒന്ന് കാണണം മദീന കണ്ണ് നിറയുവാൻ മദീന ഓ മദീന 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 എന്റെ പ്രാണനാണു മദീന എന്റെ പ്രേമമാണു മദീന എന്റെ പ്രാണനാണു മദീന എന്റെ പ്രേമമാണു മദീന എന്റെ പ്രതീക്ഷയും മദീന 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 നേതാവുറങ്ങും തോപ്പ് നേട്ടൻ സുവർഗച്ചേപ്പ് നേതാവുറങ്ങും തോപ്പ് നേട്ടം സുവർഗച്ചേപ്പ് പൂത്തിൻ്റെ ദേശം മദീന മുഹബത്ത് വാണം മദീന പോത്തിന്റെ ദേശം മദീന മുഹബത്ത് വാണ മദീന കൊതി മദീന 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 ക്ഷണം നേടിപ്പോയിടാന് നബിയേറ് വിളിച്ചുവെങ്കിൽ ക്ഷണം നേടിപ്പോയിടാനൻ നബിയേറ് വിളിച്ചുവെങ്കിൽ മനമാകെ നൂറ് മദീന മധുരം നിറച്ച മദീന മനമാകെ നൂറ് മദീന മധുരം നിറച്ച മദീന മധു മദീന 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 എന്റെ പ്രാണനാടു മദീന എന്റെ പ്രേമമാടു മദീന എന്റെ പ്രാണനാണു മദീന എന്റെ പ്രേമമാണു മദീന എന്റെ പ്രാണനാടു മദീന എന്റെ പ്രേമമാടു
മുസ്തഫ. മദീന പറയുമ്പോൾ, ഒരു ഇഷ്കിന്റെ സദസ്സ് പറയുമ്പോൾ ഒരിക്കലും മറക്കാനാവാത്തൊരു നാമമാണ്. ഇഷ്ക് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു വേദിയെ നമ്മിലേക്ക് ഇത്രയും അനുരാഗത്തിന്റെ ഒരു പൊട്ടുപോലും ചോരാതെ നമ്മിലേക്ക് ഇത്രയും മനോഹരമായി പകർത്തി തന്നൊരു മനുഷ്യൻ. അള്ളാഹിനോടും ഹബീബിനോടുള്ള പ്രേമം ഫനായാവുകയും ഇഷ്കിന്റെ അതും മനോഹരമായിട്ടുള്ള ലേപനത്തിന് ഓരോരുത്തരിലേക്കും പുരട്ടി തന്ന് അള്ളാഹുവിന്റെ മനോഹരമായിട്ടുള്ള വിജ്ഞാനത്തിനെയും അനുരാഗത്തിനെയും ഏത് സാധാരണക്കാരനേക്കും വിശാലമായി പരത്തി തന്നൊരു മനുഷ്യൻ. അതാരാണ്? ഇന്ത്യ ഇന്നാര് ഭരിച്ചാലും, ഇന്നലെ ആരൊക്കെ ഭരിച്ചിട്ടുണ്ടെങ്കിലും, ഇനി നാളാര് ഭരിക്കാൻ വന്നാലും ഇന്ത്യക്ക് എന്നും 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 ഒരേ ഒരു രാജാവ്, അത് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖുദ്ദസല്ലാഹു സിറുൽ അസീസ്. അജ്മീർ ഖാജയെ പറയാതെ ഇഷ്കിന്റെ മജ്ലിസ് പോലും പൂർണ്ണാവൂല. പ്രേമത്തിന്റെ മനോഹരമായ തേൻതുള്ളികൾ, ഇലാഹിയത്തിന്റെ അനുരാഗത്തിന്റെ, ഹബീബിനോടുള്ള പ്രേമത്തിന്റെ ഓരോ ഇശലിന്റെയും ഓരോ ഈണത്തിന്റെയും മധുര കനങ്ങൾ ഓരോരുത്തരുടെയും കൽബിലേക്ക് ഇറ്റിച്ചിറ്റിച്ച് 92 ലക്ഷത്തിലേറെ ആളുകൾ അള്ളാന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന വലിയ മനുഷ്യനാണ് ഖാജ.